വസിച്ചാൽ അവൻ നമ്മിലും വസിക്കും. തായ്തണ്ടോടു ചേർന്നു നിൽക്കും ശാഖകൾ പോലെ നൽഫലങ്ങളേകും നാം അബൈഡേഴ്സ്. ദൈവത്തിൽ പ്രത്യാശ അബൈഡേഴ്സ്. സഭയുടെ സമ്പത്ത് അബൈഡേഴ്സ്. ലോകത്തിൻ രക്ഷകർ അബൈഡേഴ്സ്. യേശുവിനായി ഉണരാം, ചിന്തിക്കാം, യേശുവിനായി ജീവിതമേകിടാം, യേശുവിൽ പ്രാർത്ഥനയാൽ പ്രവൃത്തികൾ നൽകാം. യേശുവിനായി ഉണരാം, ചിന്തിക്കാം, യേശുവിനായി ജീവിതമേകിടാം, യേശുവിൽ പ്രാർത്ഥനയാൽ പ്രവൃത്തികൾ നൽകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പണ്ട് കുമ്പളങ്ങി സെൻറ്റ് പീറ്റേഴ്സ് പള്ളിയിൽ വർഷങ്ങൾക്ക് 20-25 വർഷങ്ങൾക്ക് മുമ്പായിരിക്കണം ഒരു യൂത്ത് റിട്രീറ്റ് നടത്തി. ആ റിട്രീറ്റിൽ ശേഷം അടുത്ത മാസം അവിടെ കപ്പിൾസ് റിട്രീറ്റ് നടക്കുകയാണ്. കപ്പിൾസ് റിട്രീറ്റിൻ്റെ പ്രത്യേകത ദമ്പതികൾക്ക് മാത്രം പ്രവേശനമുള്ളൂ, വേറെ ആർക്കും ആ പള്ളിക്കകത്ത് പ്രവേശനമില്ല. അപ്പോൾ കപ്പിൾസ് റിട്രീറ്റിൻ്റെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പം ഒരു ചെറുപ്പക്കാരൻ പാത്ത് പതുങ്ങി പള്ളിക്കകത്തിരുന്ന് എല്ലാം കേട്ടോണ്ടിരിക്കുന്നു. ദമ്പതികൾ കേൾക്കണ്ടേ, ശിവൻ കേൾക്കുന്ന എന്തിനാന്നുള്ള മട്ടിൽ ഞാൻ അപ്പോൾ ക്ലാസ് ഓടി വന്ന് എൻ്റെ തോളയിലോട്ട് തലയിട്ടോട്ട് കരയാൻ തുടങ്ങി. എൻ്റെ അച്ഛ, കഴിഞ്ഞ മാസം യൂത്ത് റീറ്റിൽ പങ്കെടുത്തപ്പോൾ ഈശോയോട് എനിക്ക് വല്ലാത്തൊരു ബന്ധമുണ്ടായി. അതുകൊണ്ട് അന്ന് തന്നെ ഞാൻ അറിഞ്ഞു ഇവിടെ ഇനിയും ധ്യാനം നടക്കാതെ ആരുടെ ആയാലും നടക്കേണ്ടില്ല, എനിക്ക് ഈശോയുടെ സ്വരം കേൾക്കണം, ആ വചനം കേൾക്കണം. പരമാനന്ദമാണ് എനിക്കത്. ഇവിടെ നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ സ്വർഗത്തിൻ്റെ ജീവദായകമായ വാക്കുകളാണ്. പല വ്യക്തികൾ പല രൂപത്തിൽ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. ഹല്ലേലൂയ. അതിലൊരു ആനന്ദമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യുവാക്കന്മാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അവതരിപ്പിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ആരംഭിക്കാം. ഉൽപ്പത്തി 2-ാം അധ്യായം 18-ാമത്തെ വാക്യം. ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. പ്രൈസ് ദി ലോർഡ്. വളരെ ചെറിയൊരു വാചകം, എന്നാൽ അതിൻ്റെ അർത്ഥതലങ്ങൾ അഗാധം. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്, ഒരൊറ്റപ്പെട്ട വ്യക്തിയല്ല. അവന് സൗഹൃദം അത്യാവശ്യമാണ്, ഫ്രണ്ട്സ് ആവശ്യമുണ്ട്. എന്നാൽ അനേകരുടെ ജീവിതങ്ങൾ തകർന്ന് നശിച്ചിരിക്കുന്നത് ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുന്നതിൽ വന്ന അവിവേകം തന്നെ. നിന്റെ സുഹൃത്തുക്കൾ ആരാണെന്ന് നീ പറയൂ, നീ ആരാണെന്ന് ഞാൻ പറയാം എന്ന് ജ്ഞാനികൾ പറഞ്ഞിട്ടുണ്ട്. അനേക യുവാക്കന്മാർ, നവീകരണ ധ്യാനങ്ങൾ കൂടിയവർ, എബൈഡിൻ്റെ ശുശ്രൂഷകളിലായിരുന്നവർ പോലും ചുരുക്കം ചിലർ അധപതിച്ചു പോയതിൻ്റെ കാരണം ദൈവം തരാത്ത ഒരു സുഹൃത്തിനെ സുഹൃത്തായി സ്വീകരിച്ചത് തന്നെയാണ്. ബൈബിൾ കൃത്യമായി പറയുകയാണ്, മനുഷ്യന് ഒരു കൂട്ട് വേണം, സൗഹൃദം വേണം. കർത്താവ് തന്നെയാണ് പറയുന്നത്, മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല. എന്നാൽ അടുത്ത വാക്യത്തിൽ പറയാണ്, അവന് പറ്റിയ ഒരു സുഹൃത്തിനെ ഞാൻ നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമയത്ത് ഇവിടെ ഇരിക്കുന്ന എല്ലാ ഗേൾസും ബോയ്സും ആത്മശോധന ചെയ്യണം. നീ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കരുതിയിരിക്കുന്നത് അത് ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആൺകുട്ടികൾ ആകാം, അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് സംബന്ധിച്ച് പെൺകുട്ടികളാകാം, ഇനി ബോത്ത് സെക്സ് ആകാം. ആ ഫ്രണ്ടിനെ നീ എങ്ങനെയാണ്
നിന്റെ ഫ്രണ്ടായി നിശ്ചയിക്കാൻ കാരണമായത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു വ്യക്തിയുടെ ജീവിതം ശരിയായ ദിശയിൽ പോകുന്നത് പലപ്പോഴും ഫ്രണ്ടിൻ്റെ സ്വാധീനം കൊണ്ട് തന്നെയാണ്. എന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതം നശിക്കാൻ കാരണവും ഒരു സുഹൃത്തിൻ്റെ ചില സുഹൃത്തുക്കളുടെ സ്വാധീന ശക്തി കൊണ്ട് തന്നെയാണ്. എത്രയോ പേരാണ് ധ്യാന കേന്ദ്രങ്ങൾ വന്ന് മാതാപിതാക്കൾ നിലവിളിക്കുന്നത്, എൻ്റെ അച്ഛ, എൻ്റെ മകൾ വേറൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി, എൻ്റെ മകൻ പാപകരമായ ബന്ധങ്ങളാണ്. അടുത്ത കാലത്ത് ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന 37 വയസ്സുള്ള ഒരു യുവാവിൻ്റെ അപ്പനും അമ്മയും എൻ്റെ അടുത്ത് നിന്ന് കരയുക. അവനെ മുമ്പിൽ നിർത്തിയിരിക്കുക. അവൻ അനേക വിജാതീയരായ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽപ്പെടാത്ത അനേക വ്യക്തികളുമായി മാറി മാറി സൗഹൃദ ബന്ധം പാലിച്ച് അമ്മ പറഞ്ഞ വാക്ക് പച്ചത്തെറിയാനോട് പറഞ്ഞത്. അവൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവൻ ആരാണെന്ന്. അവൻ നല്ല വിദ്യാഭ്യാസമുള്ളൊരു പയ്യൻ, നല്ല ഭാവി ഉണ്ടാകേണ്ട പയ്യൻ, ജർമ്മനിയിൽ ജോലി കിട്ടി. പക്ഷെ അവൻ അവിടെ ഉണ്ടായ ചില സൗഹൃദങ്ങൾ അവനെ വഴിതെറ്റിച്ചു. വിവാഹം നടക്കുന്നില്ല. അതപ്പതിച്ച് പന്നിക്കുഴിയിൽ ജീവിക്കുന്ന ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടം പോലെ പണമുണ്ട്, പക്ഷേ അവൻ്റെ മുഖത്ത് ശാന്തിയില്ല, സമാധാനമില്ല. നശിച്ച ഒരു ജീവിതം. പ്രണയത്തെ പറ്റി എഴുതപ്പെട്ട ഒരു മനഃശാസ്ത്ര ഗ്രന്ഥത്തിൽ ഇങ്ങനെയാണ് ഞാൻ വായിച്ചത്. അതിങ്ങനെയാണ്: പക്വതയുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും പ്രണയത്തിൽ വീഴുക സാധ്യമല്ല. പുസ്തകകർത്താവ് 25 കൊല്ലങ്ങളോളം പ്രണയത്തിൽ വീണ അനേക യുവതീവക്കന്മാരുമായി കൗൺസിലിംഗ് നടത്തിയ ശേഷം അനുഭവത്തിൽ നിന്ന് ഇങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ്: താഴെ പറയുന്ന ഗണത്തിൽപ്പെട്ട ആർക്കും പ്രണയത്തിൽ വീഴാൻ സാധ്യമല്ല. ആരൊക്കെയാണ്? ജീവിതത്തിൽ അടുക്കും ചിട്ടയും ഉത്തരവാദിത്വ ബോധമുള്ളവരും. രണ്ടാമത്തേത്, വികാരങ്ങളെ വിവേകത്തോടെ നിയന്ത്രിക്കുന്നവർ പ്രണയത്തിൽ വീഴുകയില്ല. വീണ്ടും, സ്നേഹബന്ധങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നവർ പ്രണയത്തിൽ വീഴുകയില്ല. സ്നേഹം എന്തെന്ന് പോലും അറിയത്തില്ല. ഇന്ന് പ്രണയത്തിൽ കഴിയുന്ന ഭൂരിപക്ഷം പേർക്കും എന്താണ് സ്നേഹം എന്നതിനെ പറ്റി പോലും ഒരു ഗ്രാഹ്യവുമില്ല. വെറുതെ വികാരത്തിനനുസരിച്ചുള്ളൊരു പോക്ക് മാത്രം. നാലാമത്തെ ഗ്രൂപ്പ്, മാതാപിതാക്കളെയും കുടുംബത്തെയും യഥാർത്ഥമായി സ്നേഹിക്കുന്ന ആർക്കും പ്രണയത്തിൽ വീഴാൻ സാധ്യമല്ല. ഗ്രന്ഥകർത്താവ് പറയുകയാണ്. വളരെ ശരിയാ. മാതാപിതാക്കളെ യഥാർത്ഥമായി സ്നേഹിക്കുന്നവര്, സ്വകുടുംബത്തെ വിലപ്പെട്ടതായി കരുതുന്ന ആർക്കും പ്രണയത്തിൽ വീഴാൻ സാധ്യമല്ല എന്ന് ഗ്രന്ഥകർത്താവ് സ്ഥാപിക്കുകയാണ്. അടുത്ത ഗ്രൂപ്പ്, ലക്ഷ്യബോധമുള്ള ആർക്കും പ്രണയത്തിൽ വീഴാൻ സാധ്യമല്ല. എത്രയോ ജീവിതങ്ങളാണ് നന്നായി പഠിക്കാൻ കഴിവുള്ള കുട്ടികൾ, നല്ല അസാധാരണമായ പ്രാഗൽഭ്യമുള്ളവർ, ഒരു പ്രണയത്തിൽ വീണതോടുകൂടി തല മരച്ചു. പിന്നെ ചിന്തിക്കാനോ പഠിക്കാനോ ഉത്തരവാദിത്വം നിറവേറ്റാൻ സാധ്യമല്ലാത്ത ഇൻകപ്പാസിറ്റഡ് ആയിപ്പോയി. പിന്നെ ജീവിതം തീർന്നവരുടെ ജീവിതം. ലക്ഷ്യബോധമില്ലാത്തവർ. അടുത്തത്, തന്നെ തന്നെ സ്നേഹിക്കുന്നവരും അംഗീകരിക്കുന്നവരും ബഹുമാനിക്കുന്നവരും പ്രണയത്തിൽ വീഴുക സാധ്യമല്ല. പ്രണയത്തിൻ്റെ സൈക്കോളജി ഏതാ? അംഗീകരിക്കപ്പെടാനും സ്നേഹിക്കപ്പെടാനുമുള്ള ഒരു ഭ്രാന്തനോട്ടം, അംഗീകാരത്തിനും സ്നേഹത്തിനും വേണ്ടിയുള്ള ഒരു പരക്കം പാച്ചിൽ. അതുകൊണ്ടാണ് പറഞ്ഞത്, അംഗീകാരവും സ്നേഹവും കിട്ടി വളരുന്നവർക്ക് പ്രണയം അപ്രസക്തം. വീണ്ടും ആ ഗ്രന്ഥകർത്താവ് 25 കൊല്ലത്തോളമുള്ള അനുഭവത്തിൽ നിന്ന് കാച്ചക്കുറുക്ക് എഴുതിയിരിക്കുകയാണ്: ദൈവഭയവും ദൈവഭക്തിയുമുള്ള ആർക്കും പ്രണയത്തിൽ വീഴാൻ സാധ്യമല്ല. ദൈവം എന്നൊരു വ്യക്തി ജീവിതത്തിൽ ഇല്ലാതായതിൻ്റെ അടയാളമാണ് പ്രണയം. ദൈവത്തെ എന്നേക്കുമായി ജീവിതത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞ വ്യക്തിക്ക് പ്രണയിക്കാൻ പറ്റുകയുള്ളൂ. അതിൻ്റെ കാരണം ഞാൻ പിന്നീട് പറയാം. വീണ്ടും പറയാണ്, പ്രാർത്ഥനാ ജീവിതമുള്ളൊരു വ്യക്തിക്ക് പ്രണയിക്കാൻ സാധ്യമല്ല. ഞാൻ ഈ പ്രണയിക്കുക എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ സാധാരണ പ്രണയം എന്ന പ്രേമം എന്ന വാക്ക് ഉപയോഗിക്കുന്ന അർത്ഥത്തിൽ മാത്രമാണ്. പ്രണയം എന്ന വാക്ക് ആസച്ച് തെറ്റല്ല. വാസ്തവത്തിൽ
ലത്തീൻ ആരാധനാക്രമത്തിലെ വിവാഹ കൂദാശ കർമ്മത്തിൻ്റെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഉപയോഗിക്കുന്ന വാക്കുന്നുണ്ട്, പ്രണയം എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. വിശുദ്ധ പ്രേമത്താൽ, പ്രണയമല്ല പ്രേമം, വിശുദ്ധ പ്രേമത്താൽ ഞാൻ നിന്നെ സ്വീകരിക്കുന്ന ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രേമം, പ്രണയം എന്ന വാക്ക് അതിൽ തന്നെ നല്ല അർത്ഥമുണ്ട് അതിന്. എന്നാൽ നമ്മുടെ നാട്ടിൽ ആ വാക്കിന്ന് ഉപയോഗിക്കപ്പെടുന്നത് നെഗറ്റീവ് സെൻസിലായതുകൊണ്ട് ആ നെഗറ്റീവ് സെൻസിലാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ പ്രാർത്ഥനാ ജീവിതമുള്ള വ്യക്തിക്ക് പ്രണയത്തിലേക്ക് വീഴുക സാധ്യമെന്ന് പറയാം. കാരണം എന്താ? രണ്ടും ഒരുമിച്ച് പോകുകയില്ല. ഹൃദയം ദൈവത്തിന് കൊടുത്ത ആളാണ് പ്രാർത്ഥനാ ജീവിതമുള്ളവർ. ഹൃദയം ദൈവത്തിന് കൊടുത്ത ആളിൽ എങ്ങനെയാണ് വേറെ ആളെ പറ്റി പിടിച്ച് മുന്നോട്ട് പോകാൻ പറ്റുക? ആ മനഃശാസ്ത്രം പറയുക, വേറെ വിശദീകരണം പറയുകയാണ്, പങ്കാളിയെ കണ്ടെത്താനുള്ള പക്വതയോ ദാമ്പത്യ ജീവിതം നയിക്കാനുള്ള തിരിച്ചറിവോ പറ്റാത്ത പ്രായത്തിലുള്ള ഇഷ്ടമാണ് പ്രണയം. എന്താണ് ഇഷ്ടത്തിൻ്റെ പ്രത്യേകത? ഇഷ്ടവും സ്നേഹവും തമ്മിൽ രാവുകൾ വ്യത്യാസമുണ്ട്. ഇഷ്ടം തോന്നാൻ കാരണം എന്താ? ആ വ്യക്തിയിലുള്ള ചില കാര്യങ്ങൾ എന്നെ ആകർഷിച്ചിരിക്കുന്നു. അയാളുടെ ബാഹ്യ സൗന്ദര്യമായിരിക്കാം, സംസാര രീതിയായിരിക്കാം, അയാളുടെ മറ്റെന്തെങ്കിലും എൻ്റെ നോട്ടത്തിൽ എനിക്ക് നേട്ടമുണ്ടാക്കും ഈ കാര്യങ്ങൾ. ഇതാണ് ഇഷ്ടത്തിൻ്റെ പുറകിലുള്ള കാര്യം. ഈ വ്യക്തിയോട് അടുത്താൽ എനിക്ക് ഇന്ന നേട്ടങ്ങൾ ഉണ്ടാകും, അതുകൊണ്ടാണ് ഇഷ്ടപ്പെടാൻ കാരണം. എന്നാൽ സ്നേഹം ഇഷ്ടമല്ല. സ്നേഹം എന്താണ്? ഈ വ്യക്തിയിലുള്ള ഒരു ഗുണഗണങ്ങളുടെയും പേരിലല്ല ഞാൻ ഈ വ്യക്തിയെ സമീപിക്കുന്നത്, മറിച്ച് ഈ വ്യക്തിക്ക് വേണ്ടി നിസ്വാർത്ഥമായി നന്മ ചെയ്യാൻ വേണ്ടിയാണ് ഈ വ്യക്തിയെ സമീപിക്കുന്നത്. ഇവിടെ പ്രണയത്തെ പറ്റി ക്ലാസ് എടുത്തപ്പോൾ ഒരു പെൺകുട്ടി അത് വല്ലാതെ സ്വാധീനിച്ചിട്ട് അവൾ ഇവിടുത്തെ ജീവരക്ഷാ സുവിശേഷ മാസികയിൽ ഒരു സാക്ഷ്യം ഇട്ടു. അത് 2015 ഒക്ടോബർ മാസത്തെ സ്പെഷ്യൽ മാസികയിലായിരുന്നു. അതിങ്ങനെയാണ്: കടുത്ത പ്രേമത്തിൽ നിന്നും വിടുതൽ ലഭിച്ചു. ജിൻസി എന്നാണ് കുട്ടിയുടെ പേര്, ഫേക്ക് നെയിം അല്ല, യഥാർത്ഥ പേരാണ്. അത് എഴുതാൻ നമുക്ക് ധൈര്യമുണ്ടായി. അത് എഴുതിയിരിക്കുകയാണ്: ഒരേ സമയത്ത് തന്നെ 2 യുവാക്കളുമായി പ്രേമബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എബൈഡ് ധ്യാനത്തിൽ സംബന്ധിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞൊരു വാക്ക് എൻ്റെ മനസ്സിൽ കൊണ്ടു. അതായത് 2 തരം വികാരങ്ങളുണ്ട്, ഒന്ന് കാമവും മറ്റേത് സ്നേഹവും. കാമം തോന്നാൻ കാരണം ആ വ്യക്തി നമ്മുടെ ആരും അല്ലാത്തത് കൊണ്ടാണ്. എന്നാൽ സ്വന്തമെന്ന് തോന്നുന്നവരെ നമുക്ക് സ്നേഹിക്കാനേ സാധിക്കുകയുള്ളൂ. പ്രേമം തെറ്റാണ് എന്ന് ഇതോടെ എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു. പ്രേമിക്കുന്ന 2 പേരോടും നോ പറയാനും കർത്താവ് എനിക്ക് ധൈര്യം തന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിനെ അല്ലാതെ മറ്റാരെയും ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കരുത്. അത് ഒരു വചനമാണ്. വചനം വായിക്കാം. പത്രോസിന്റെ 1-ാം ലേഖനം അധ്യായം 3 വാക്യം 15 വായിക്കാം. ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഈ വചനം പരിചയമുണ്ടോ? യേശുവിൻ്റെ ഒരു വാക്ക്: 2 യജമാനന്മാരെ ഒരുമിച്ച് ഒരാൾക്ക് സേവിക്കാൻ സാധ്യമല്ല. കേട്ടിട്ടുണ്ടോ? ഉണ്ട്. എന്താ പറഞ്ഞത്? എല്ലാവരും പറഞ്ഞേ. 2 യജമാനന്മാരെ ഒരുമിച്ച് ശുശ്രൂഷിക്കാൻ, സേവിക്കാൻ ആരെക്കൊണ്ടും പറ്റുകയില്ല. ഹല്ലേലൂയ. അതായത് പ്രണയിക്കുന്ന വ്യക്തിക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റുകയില്ലെന്നർത്ഥം. പ്രണയിക്കുന്ന വ്യക്തിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുകയില്ലെന്നർത്ഥം. പ്രണയിക്കുന്ന വ്യക്തി ദൈവവുമായി ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞു എന്നർത്ഥം. KCBC റിപ്പോർട്ടാണ് വായിക്കാൻ പോകുന്നത്. സീരിയസ് ഇഷ്യൂ. കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിൽസ് കമ്മീഷൻ ഫോർ സോഷ്യൽ ഹാർമണി ആൻഡ് വിജിലൻസ് 2009. ഇതിൽ പറയുന്നത് 2005-നും 2009-നും ഇടയ്ക്ക് 4000-ലേറെ പെൺകുട്ടികൾ മതം മാറ്റത്തിന് വിധേയരായിട്ടുണ്ട് പ്രണയം മൂലമെന്നാണ്. അതിലെ കാര്യങ്ങൾ വായിച്ചാൽ നമുക്ക് വളരെ ഭയം തോന്നും.
ഇത് KCVCയുടെ ഒരു റിസർച്ചാണ്. വളരെ ബോധപൂർവം പ്രണയത്തിൻ്റെ ഒരു കുരുക്ക് നിർമ്മിച്ചെടുക്കുകയാണ് ഡാഷ് പ്രസ്ഥാനം ചെയ്യുന്നത്. പ്രണയത്തിൻ്റെ ആദ്യ സമയങ്ങളിൽ മാന്യമായ പെരുമാറ്റം, ദൂഷ്യങ്ങളൊന്നുമില്ലാത്ത സ്വഭാവവും സമ്പന്നമായ വസ്ത്രധാരണവും ആഡംബരങ്ങളുടെയും പ്രലോഭനങ്ങളിൽ പെൺകുട്ടികൾ വീണു പോവുകയാണ് പതിവ്. പ്രണയത്തിൻ്റെ അവസരത്തിൽ അവർക്ക് ആഗ്രഹിക്കുന്ന ഡ്രസ്സ് ധരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടാകും. ഇഷ്ടപ്പെട്ട വിഷയത്തിലുള്ള ജീവിതം സ്വപ്നം കണ്ട് വീട്ടുകാരെ ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് തങ്ങളെ കാത്തിരിക്കുന്ന യാഥാർത്ഥ്യം അവർക്ക് തിരിച്ചറിയുന്നത്. മതപരിവർത്തനം നടക്കുന്നതോടെ ഈ പെൺകുട്ടികൾ ഇവർ അനുഭവിച്ചിരുന്ന എല്ലാ സ്വാതന്ത്ര്യവും ഇതോടെ ഇല്ലാതാകുന്നു. പിന്നീട് ഇവർ നരക ജീവിതത്തിന് ഇരയാക്കപ്പെടുന്നു. പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾക്ക് പോലും ഇരയാക്കപ്പെടുന്നു. തീവ്രവാദ ഗ്രൂപ്പുകൾപ്പെട്ടവരെല്ലാം ലൈംഗിക താല്പര്യം സാധിക്കുന്നതിനുള്ള ഉപകരണങ്ങളായി ഇവർ മാറുന്നു. ആദ്യം ഇവർ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുന്നു. അശ്ലീല സീഡികൾ തളയ്ക്കപ്പെടുന്ന ഇവർക്ക് പിന്നീട് ഒരിക്കലും സമൂഹത്തിൽ സ്വാതന്ത്ര്യം ജീവിക്കാനാകുന്നില്ല. പ്രണയ മത തീവ്രവാദ പോരാളികൾക്ക് ലഭ്യമായിരിക്കുന്ന ചില നിർദ്ദേശങ്ങൾ ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. എളുപ്പത്തിൽ വശംവദരാകുന്ന പെൺകുട്ടികളെ പ്രണയിച്ച് മതം മാറ്റണം. ഇതിന് സാധിച്ചില്ലെങ്കിൽ അവരെ മൊബൈൽ ഫോൺ ചിത്രങ്ങളെടുത്തും മറ്റും അനാശാസ്യത്തിലേക്ക് എത്തിക്കണം. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ മുതൽ വീട്ടമ്മമാർ, പ്രൊഫഷൻ എന്നിവരെ എല്ലാം ഇരകളായി കണക്കാക്കി ഓരോരുത്തരെയും എളുപ്പത്തിൽ വീഴിക്കുന്നതിനുള്ള മോഡ്സ് ഓപ്പറാന്തി കണ്ടെത്തണം. പ്രണയത്തിൽ ഏർപ്പെടുന്ന കോളേജ് വിദ്യാർത്ഥികൾക്ക് ബൈക്ക്, മൊബൈൽ ഫോൺ, ആഡംബര വസ്ത്രങ്ങൾ, ചെലവഴിക്കാനുള്ള പണം എന്നിവയെല്ലാം ഈ പ്രസ്ഥാനം നൽകുന്നു. ഇതിനുള്ള പണം വിദേശങ്ങളിൽ നിന്ന് അവർ സമാഹരിക്കുന്നു. പെൺകുട്ടികളെ സല്ലപിക്കുന്ന കൂൾ ബാർ, ഹോട്ടൽ, വീട് എന്നിവയെല്ലാം ഇവർ ഒരുക്കി കൊടുക്കുന്നു. വിദ്യാർത്ഥിനികളുടെ ചെറിയ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സാധിച്ചു കൊടുത്തവരെ സ്വാധീനിക്കുന്നു. പഠനോപകരണങ്ങൾ, പരീക്ഷാ ഫീസ്, സമ്മാനങ്ങൾ എന്നിവ നൽകി അവരുടെ സ്നേഹവും വിശ്വാസം പിടിച്ചു പറ്റുന്നു. തങ്ങളാഗ്രഹിച്ച പെൺകുട്ടിയെ പ്രണയത്തിൽ വീണെന്നുറപ്പായാൽ അവരെ വിനോദയാത്രയുടെ പേരിൽ ഹോട്ടലുകളിലും റിസോർട്ടുകളിലും എത്തിച്ച് ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിച്ചതെല്ലാം ചിത്രീകരിച്ച് ബ്ലാക്ക് മെയിലിങ്ങിലുള്ള അവസരങ്ങളാക്കി മാറ്റുന്നു. വിവാഹ വാഗ്ദാനം നൽകി കൊണ്ടുപോകുന്ന പെൺകുട്ടികളെ ആദ്യം മതം മാറ്റത്തിനും പിന്നീട് മതപഠനത്തിനും അയക്കുന്നു. മതപരിവർത്തനവും വിവാഹവും കഴിഞ്ഞാൽ ഇവർ എത്തിപ്പെടുന്നത് തീവ്രവാദ ബന്ധങ്ങളുള്ളവരുടെ ഗ്രൂപ്പിൽ എല്ലാവരും ലൈംഗിക പൂർത്തീകരണത്തിനായി ബലി കൊടുക്കപ്പെടുന്നു. ഇതിന് വിസമ്മതിക്കുക, എതിർക്കുകയോ ചെയ്യുന്നവരെ ക്രൂരമായി പീഡിപ്പിക്കുന്നു. കണ്ണീര് കൊണ്ട് സ്വയം ശാന്തരായി ജീവിതം ജീവിച്ചു തീർക്കുക മാത്രമാണ് അവർക്കുള്ള ഏക പോംവഴി. ഇനി കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. 2006-2009 തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് 216 പേർ പെൺകുട്ടികൾ നഷ്ടപ്പെട്ടു. തിരിച്ചെത്തിയത് 6 മാത്രം. 216 പേര് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പ്രണയത്തിൽ കുരുങ്ങി നഷ്ടപ്പെട്ടിട്ട് 6 പേരെ ജീവിച്ചിരിപ്പുള്ളത് കണക്കനുസരിച്ച്. കൊല്ലത്ത് 98 പേര് നഷ്ടപ്പെട്ടു, തിരിച്ചു കിട്ടിയത് 7 പേര് മാത്രം. ആലപ്പുഴ 78 പേർ നഷ്ടപ്പെട്ടു, തിരിച്ചു കിട്ടിയത് 5 മാത്രം. പത്തനംതിട്ട 87 പേർ നശിച്ചു, തിരിച്ചു വന്നത് 11 പേര് മാത്രം. ഇടുക്കിയിൽ 156 പേർ തിരോധാനം, തിരിച്ചു കിട്ടിയത് 9 പേര്. കോട്ടയത്ത് 116, തിരികെ എത്തിയത് 13. എറണാകുളത്ത് നഷ്ടപ്പെട്ട 228, തിരികെ എത്തിയത് 26 മാത്രം. തൃശ്ശൂരിൽ 102 പേർ നഷ്ടപ്പെട്ടു, തിരിച്ചു വന്നത് 19. കണ്ടോ ഇവരൊക്കെ എവിടെ പോയി? ഹല്ലേലൂയ. പ്രണയത്തെ പറ്റി ചിരിച്ചു കളിച്ച് നിസ്സാരമാക്കരുത്. ഞാൻ കഴിഞ്ഞ ദിവസം വേളാങ്കണ്ണി ചെന്നപ്പോൾ ഒരു പാഷനൈസ്ഡ് വൈദികനെ കണ്ടു. അദ്ദേഹം സാമൂഹിക കാര്യങ്ങൾ നന്നായി വിലയിരുത്തുന്ന ഒരു ചെറുപ്പക്കാരൻ. അച്ഛൻ പറയാണ്, 2019 പിറന്ന ശേഷം ഈ 4 മാസത്തിനുള്ളിൽ 2640 കുടുംബിനികളാണ് ഭർത്താവിനെയും മക്കളെ ഉപേക്ഷിച്ച് അന്യപുരുഷന്റെ അടുത്തേക്ക് മാറിയിരിക്കുന്നത്. 4 മാസം കൊണ്ട് 2600-ലധികം അമ്മമാർ, മക്കളും ഭർത്താവുമുള്ള സ്ത്രീകൾ കുടുംബത്തെ ഉപേക്ഷിച്ച് കാമുകന്റെ പിറകെ ഓടിയിരിക്കുകയാണ്. പ്രണയത്തിൻ്റെ ഏറ്റവും തീവ്രമായ രൂപമാണ് ഈ കാണുന്നത്. ചെറുപ്പക്കാർ മാത്രമല്ല, പ്രായമായവർ പോലും പ്രണയിക്കുന്നു. ദൈവം നൽകിയ പങ്കാളിയെ അവഗണിച്ചിട്ട് അന്യന്റെ പങ്കാളിയുടെ പിറകെ ഓടി നശിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിലെ പ്രണയം സാത്താന്റെ കയ്യിലെ ഏറ്റവും വലിയ ആയുധമാണ്. വ്യക്തികളെയും കുടുംബങ്ങളെയും തകർത്ത് തരിപ്പണമാക്കാൻ അവൻ ഉപയോഗിക്കുന്ന ആയുധം നമ്മൾ തിരിച്ചറിയാതെ പോയാലുണ്ടല്ലോ, നമ്മുടെ ജീവിതം നിത്യദുഃഖത്തിൽ അവസാനിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ചെറുപ്പകാലത്ത് പ്രണയിക്കുന്നതിൽ എന്താ കുറ്റം? ഞങ്ങൾ സീരിയസ് ആയിട്ടൊന്നുമല്ല, വെറുതെ സമയം പോക്കിനാണ്, ഒരു ഫ്രണ്ട്ഷിപ്പ് വേണ്ടേ എന്നൊക്കെ നീ പറഞ്ഞാൽ നിന്റെ ശവക്കുഴി ഇതെന്നെ തോണ്ടുകയാണെന്ന കാര്യം മറക്കണ്ട. ഇപ്പം എൻ്റെ കാല് വേദന വന്നെന്ന് വിചാരിക്കുക, നീര് വെച്ചു,
ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു അച്ഛന് ഗാൻഗ്രീൻ എന്ന രോഗമാണ്, ആ 4 വിരലും പഴുത്തിരിക്കുകയാണ്, അത് കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ പഴുപ്പ് മുകളിലോട്ട് കയറും, പാദങ്ങൾ കട്ട് ചെയ്യേണ്ടി വരും. ഞാൻ ഡോക്ടറിന് എൻ്റെ കാല് മുറിക്കാത്ത നിർബന്ധം എന്നാ, ഇത് എൻ്റെ കാല, ഞാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞ് പോന്നാലോ 2 ആഴ്ച കഴിയുമ്പോൾ 4 വിരൽ പഴുത്തത് കൂടാതെ കാൽപാദം പഴുത്ത് കഴിയും. അപ്പോൾ ചെല്ലുമ്പോൾ ഡോക്ടർ വീണ്ടും പറയും, അച്ഛാ ഈ പാദം ഇവിടെ വെച്ച് മുറിച്ചാൽ മുകളിലോട്ട് പഴുപ്പ് കയറാതിരിക്കും, അല്ലെങ്കിൽ കാൽമുട്ട് വരെ അതിന് മുകളിലേക്ക് കയറിയെന്ന് വരും. ഞാൻ ഡോക്ടറോട് വഴക്കുണ്ടാക്കിയിട്ട് പറഞ്ഞു, ഡോക്ടർ അങ്ങനെ പറയാൻ പറ്റും, എനിക്ക് ഇത് വിട്ടുകളയാൻ പറ്റില്ല, എൻ്റെ സ്വന്തം കാല, ഞാൻ മുറിക്കാൻ സമ്മതിക്കില്ല. 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴോ കാൽമുട്ട് വരെയായി പഴുപ്പ് കയറിയത്. പ്രണയം ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് വിരൽ മുറിച്ച് കളയുന്ന പോലെ, ചങ്ക് മുറിച്ച് കളയുന്ന പോലെ ഇപ്പോൾ വേദനാജനകമായി തോന്നിയേക്കാം. പക്ഷേ ഇപ്പോൾ തന്നെ ചെയ്യുന്നില്ലെങ്കിൽ നിന്റെ ജീവിതം നശിപ്പിക്കും. പ്രണയത്തിന്റെ പേരിൽ ചങ്ക് ഒലഞ്ഞ് തകർന്ന് കരയുന്ന എത്ര മാതാപിതാക്കൾ എൻ്റെ മുറിയിൽ വന്ന് സംസാരിച്ചിട്ടുണ്ടെന്ന്. അടുത്ത കാലത്ത് ഒരു ഭർത്താവും ഒരു അപ്പനും വന്നിട്ട് പറയാണ്, അപ്പം സംസാരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പം അമ്മ പറയാ, അച്ഛാ ഞങ്ങൾക്കൊരു 2 മക്കളാണ് ഉള്ളത്. മൂത്തവളെ ഞങ്ങൾ കുടുംബം വീടും വിറ്റ് പഠിപ്പിച്ചു എൻജിനീയറിങ്ങിന്. അവസാനം അവൾ എറണാകുളത്ത് ജോലിക്ക് കൊണ്ടേയാക്കി ഒരു പ്രൈവറ്റ് ഓഫീസിൽ. 1 മാസത്തിനകം അവിടെ ജോലി ചെയ്യുന്ന ഒരു വിജാതീയനുമായി അവൾ ഇറങ്ങിപ്പോയി. എന്നിട്ട് അവൾ മിണ്ടിയില്ലച്ചാ. അവൻ ഒരു ദിവസം രാത്രി 12 മണിക്ക് ഫോൺ ചെയ്തിരിക്കുന്നു. ഞങ്ങൾ കൊച്ചിനെ കാണാതെ കിടന്ന് എപ്പോഴും പിടിച്ച് ഓടുക അവിടെ ഇവിടെ എല്ലാം. സന്ധ്യയ്ക്ക് എൻ്റെ പെൺകുട്ടി വരുന്നില്ല. 12 മണിയായപ്പോൾ അവൻ്റെ ഫോൺ, നിങ്ങളുടെ മകൾ എൻ്റെ അടുത്തുണ്ട്, പേടിക്കണ്ട എന്ന് പറഞ്ഞു. അന്ന് അപ്പൻ്റെ സംസാരം നിന്ന് പോയി. പിന്നെ വാ തുറന്നിട്ടില്ല മനുഷ്യൻ. സംസാരശേഷി നഷ്ടപ്പെടാൻ തക്കവണ്ണം ദുഃഖം കൊണ്ട് തകർന്നു ആ മനുഷ്യൻ. അമ്മയാണ് ഹാർട്ട് പേഷ്യൻ്റാ. അമ്മ പറഞ്ഞു, മകളെ എനിക്ക് അറ്റാക്ക് വന്ന് ഞാൻ മരിച്ചു പോകൂടി, നിന്റെ അപ്പൻ ഇപ്പം തന്നെ മരിച്ചതുപോലെയായി. അവൾ പറഞ്ഞെന്നറിയോ, നിങ്ങൾ 2 പേരും ചത്താലും വേണ്ടിയല്ല, എനിക്ക് അവൻ്റെ കൂടെ തിരിച്ചു പോരാൻ പറ്റിയില്ല. ആലോചിച്ച് നോക്കിയേ, നിനക്കൊരു മകളുണ്ടാകും അല്ലെങ്കിൽ ഒരു മകനുണ്ടാകും ഭാവിയിൽ. നിന്റെ മകള് നിന്റെ മകൻ നിന്നോട് ഇങ്ങനെ ചെയ്താൽ എന്തായിരിക്കും അന്നത്തെ നിന്റെ മാനസികാവസ്ഥ? നീ മുൻകൂട്ടി ആലോചിക്കേണ്ടതാണ്. നിന്റെ മാതാപിതാക്കളുടെ ചങ്കക്കറി ബൂട്ട്സ് ഇട്ട് ചവിട്ടിയിട്ട് നീ അവളുടെ പുറകെ നടന്നു പോയാൽ നിനക്ക് ഗതി ഉണ്ടാകില്ലെന്ന് പറയുന്നതിൽ ആരും സംശയിക്കേണ്ട. നിന്റെ മാതാപിതാക്കളുടെ കണ്ണീര് വീഴ്ത്തിക്കൊണ്ട് നീ ഒരു പ്രണയബന്ധത്തിൽ മുന്നോട്ട് പോയാൽ നിനക്ക് ഭാവി ഉണ്ടാകുകയില്ലെന്ന് തറപ്പിച്ചോ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവിൻ അബൈഡേഴ്സ് നന്മ പൂർണ്ണരാം, യേശുവിൻ അബൈഡേഴ്സ് സ്നേഹയോഗ്യരാം, യേശുവിൻ അബൈഡേഴ്സ് സത്യസന്ധരാം, യേശുവിൻ അബൈഡേഴ്സ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഈ ഒരു നവീകരണത്തിലേക്ക്, അതായത് ശിശു ധ്യാനത്തിലേക്ക് കടന്നു വന്നത് 2014 ഓഗസ്റ്റ് 13-ാം തീയതി എബൈഡ് 3 യുവജന ധ്യാനത്തിൽ പങ്കെടുത്തതിലൂടെയാണ്. എൻ്റെ ജീവിതത്തെ ഒരു നാണയം തിരിച്ചു വെക്കുന്ന പോലെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു ധ്യാനമായിരുന്നു എബൈഡ് 3 യുവജന ധ്യാനം. ഞാൻ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ പോളിടെക്നിക്കിൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. വീട്ടിൽ എൻ്റെ അപ്പച്ചൻ മരിച്ചുപോയി, അമ്മയാണ് വീട്ടിൽ കാര്യങ്ങളെല്ലാം നടത്തുന്നത്. എനിക്കൊരു അനിയനുണ്ട്. അങ്ങനെ ഇരിക്കെ എൻ്റെ അനിയൻ ഇവിടെ വന്ന് ധ്യാനം കൂടി. എൻ്റെ ഇടവകയിൽ നിന്ന് കുറച്ച് 20ഓളം പിള്ളേർ വന്ന് ധ്യാനം കൂടി. അവർ നിർബന്ധിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ വന്ന് ഇവിടെ ധ്യാനം കൂടുന്നത്. ധ്യാനത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ധ്യാനത്തിൽ നിന്ന് ഇവിടുന്ന് പോകണമെന്നുള്ള ചിന്തയൊന്നുമില്ല. എങ്ങനെയെങ്കിലും 5 ദിവസം കഴിക്കുക എന്നുള്ള ചിന്തയിലാണ് ഇവിടെ ഇരുന്നത്. നല്ല പ്രിയപ്പെട്ടവരെ, ധ്യാനത്തിൻ്റെ 3-ാമത്തെ ദിവസം ദൈവം സ്നേഹമാണെന്ന് ഞാൻ ഇവിടെ ഇരുന്ന് മനസ്സിലാക്കി. ദൈവം സ്നേഹമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ദൈവം നമ്മളെ എത്ര അധികമായി സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ ഇവിടെ നിന്ന് മനസ്സിലാക്കി. ഞാനിപ്പോൾ ഈ ധ്യാനത്തിൽ കടന്നു വരുമ്പോൾ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെയുള്ള നല്ല ബോധമുണ്ടെങ്കിലും ഏതൊക്കെ രീതിയിൽ ദൈവം എന്നെ സ്നേഹിച്ചു എന്നുള്ള ഒരു ബോധം എനിക്കില്ലായിരുന്നു. ഇപ്പോൾ ധ്യാന ദിവസങ്ങളിൽ അച്ഛന്മാർ ഇവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറയുമ്പോഴൊക്കെ ഞാൻ കണ്ണടച്ചിരിക്കും, പ്രാർത്ഥിക്കുക, ഒന്നും മൈൻഡ് ചെയ്യല, ഒന്നും ശ്രദ്ധിക്കില്ല, അങ്ങനെയൊക്കെ ഇരിക്കുകയായിരുന്നു. പക്ഷേ ദൈവം ഏതൊക്കെ വിധത്തിൽ പല അപകടങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിച്ചു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ, അതായത് ദൈവം എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, എന്താ പറയുക, ഒരു കുമിള പൊട്ടുന്ന പോലെയായിരുന്നു എൻ്റെ അഹങ്കാരം അല്ലെങ്കിൽ ഞാൻ എന്നുള്ള എൻ്റെ ഭാവം അവസാനിച്ചത്. ഞാൻ കോളേജിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ ധ്യാനിക്കാൻ വേണ്ടി വരുന്നത്. അപ്പം ശരിക്കും മനസ്സിൽ സങ്കടവും വിഷമവും വീട്ടിൽ ഒച്ചയും ബഹളവും ഒക്കെ ആയി ഇങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നു തുടങ്ങുന്ന സമയത്താണ് ധ്യാനിക്കാൻ വേണ്ടി വരുന്നത്.
അപ്പോൾ ഈ ധ്യാനത്തിലൂടെ എനിക്ക് വലിയൊരു ആന്തരിക സൗഖ്യം കിട്ടി. ഞാൻ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റി, പ്രശ്നങ്ങളെല്ലാം മാറാൻ കിട്ടി. പിന്നെ ഞാൻ അന്ന് ഇവിടെ വെച്ചൊരു വലിയ തീരുമാനം എടുത്തു. എൻ്റെ ജീവിതം ഇനി ക്രിസ്തുവിന് വേണ്ടിയാണെന്നുള്ള ഒരു വലിയ ബോധ്യത്തിലൂടെയാണ് ഞാൻ ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോകുന്നത്. വീട്ടിൽ ചെന്ന ഉടനെ അമ്മയോട് ചെയ്ത തെറ്റുകൾക്കൊക്കെ മാപ്പ് പറഞ്ഞു. കോളേജിൽ കൂട്ടുകാരോടൊപ്പം കുറേ അലമ്പും ഒക്കെ കാണിച്ച് നടക്കുമായിരുന്നു. അതെല്ലാം ഞാൻ നിർത്തി, മാക്സിമം പഠിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ അന്നു മുതൽ ഈ ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിനോട് ഈ എബൈഡ് മിനിസ്ട്രിയോട് എന്തെന്നില്ലാത്തൊരു സ്നേഹവും അട്രാക്ഷനുമായിരുന്നു എനിക്ക്. ഇവിടെ എബൈഡ് മിനിസ്ട്രി എല്ലാ ശനിയാഴ്ചകളും യുവജനങ്ങൾക്ക് വേണ്ടി നൈറ്റ് വിജികൾ നടക്കുന്നുണ്ട് ധ്യാനകേന്ദ്രത്തിൽ. അപ്പോൾ ഞാൻ എല്ലാ ശനിയാഴ്ചകളിലും വരാൻ തുടങ്ങി. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കോളേജിൽ ശനിയാഴ്ച ക്ലാസ് ഉണ്ടെങ്കിൽ ക്ലാസ്സിന് ഓടി ഇങ്ങോട്ട് വരും. അങ്ങനെ എന്താ പറയുക, ഒരു കൂട്ടായ്മയോട് ചേർന്ന് നിന്ന് ശുശ്രൂഷ ചെയ്യാനുള്ള വലിയൊരു ആഗ്രഹം എന്നിലുണ്ടായി. അങ്ങനെ പഠന കാലഘട്ടം കഴിയുന്നു. പഠന കാലഘട്ടത്തിനിടയ്ക്ക് ഞാനിവിടെ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് അമ്മയ്ക്ക് അസുഖമായിട്ട് ഇടയ്ക്ക് കുറേ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എന്താ പറയുക, എൻ്റെ അപ്പച്ചൻ മരിച്ചുപോയതിൻ്റെ സങ്കടം വല്ലാതെ എന്നെ അലട്ടിയിരുന്നു. പക്ഷേ എൻ്റെ യഥാർത്ഥ അപ്പനെ, എൻ്റെ ക്രിസ്തുവിനെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എന്താ പറയുക, ഒരു അപ്പൻ ചെയ്യുന്ന പോലെ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ ക്രിസ്തു മുന്നിൽ നിന്ന് എനിക്ക് നടത്തി തരാൻ തുടങ്ങി. എല്ലാ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് 100 ആവശ്യമുണ്ടെങ്കിൽ 99 101 തരാതെ 100 തന്നെ തന്ന എൻ്റെ കാര്യങ്ങളെല്ലാം ഈശോ എനിക്ക് നടത്തി തരാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ എൻ്റെ പഠനം കഴിഞ്ഞു. ഞാൻ കാക്കനാട് ഒരു ജോലി ചെയ്യുകയായിരുന്നു. ജോലി ചെയ്തതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ധ്യാനകേന്ദ്രത്തിൽ വന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട ഉപ്പാണീശൻ പറഞ്ഞു കുറച്ച് നാൾ ഇവിടെ ശുശ്രൂഷ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ വരെ അങ്ങനെ ഇവിടെ ശുശ്രൂഷ ആരംഭിച്ച് ഞാനിപ്പോൾ 2 വർഷമായിട്ട് ഫുൾ ടൈം ധ്യാനകേന്ദ്രത്തിൽ തന്നെ കണ്ടിന്യൂസ് ശുശ്രൂഷ ചെയ്യുവാണ്. ഒരു പക്ഷേ ഞാൻ പുറത്തുപോയി, ധ്യാനകേന്ദ്രത്തിന് പുറത്തുപോയി കർത്താവിനല്ലാതെ ശുശ്രൂഷ ചെയ്ത് അല്ലെങ്കിൽ ജോലി ചെയ്ത് ഞാൻ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ എൻ്റെ ജീവിതം അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഈശോ ക്രമീകരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ എബൈഡ് മിനിസ്ട്രിയോട്, എബൈഡ് ശുശ്രൂഷകളോടാണ് പ്രധാനമായിട്ടും ചേർന്ന് നിൽക്കുന്നത്. യുവജന ധ്യാനങ്ങൾക്ക് വേണ്ടി സഹായിക്കാനും ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ധ്യാനകേന്ദ്രത്തിലെ ശുശ്രൂഷകൾക്ക് സഹായിക്കാനും എല്ലാം ഞാനിപ്പോൾ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ എനിക്കിപ്പം നിങ്ങളോട് ഏറ്റവും പറയാനുള്ളൊരു കാര്യം, ക്രിസ്തു തന്ന ജീവിതം, ക്രിസ്തു നമുക്ക് ദാനമായി തന്ന ഈ ജീവിതം അവന് വേണ്ടി ജീവിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ വചനം പോലെ അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കുന്നു. ക്രിസ്തു ഒരിക്കലും സുഖമുള്ള വഴിയിലൂടെയല്ല നടന്നത്. നമ്മൾ പലപ്പോഴും ലോകത്തിൻ്റേതായ സന്തോഷങ്ങളും നമ്മുടെ എന്താ പറയുക സ്വാർത്ഥ ലാഭങ്ങളും എല്ലാം അന്വേഷിച്ച് പോകുമ്പോൾ ക്രിസ്തു തന്ന ആ ഒരു സ്നേഹത്തിൽ, ക്രിസ്തു നടന്ന വഴിയിലൂടെ നമ്മളെല്ലാവരും പറയും ഞാൻ അവനിൽ വിശ്വസിക്കുന്നു, ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്ന് പറയും. ആ ഞാൻ അവനിൽ സ്നേഹിക്കുന്നു, അവനെ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഞാൻ അവൻ നടന്ന അതേ വഴിയിലൂടെ പോകാൻ വേണ്ടി നമുക്ക് ശ്രദ്ധിക്കാം. അപ്പം എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ആ ഒരു ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് ഞാൻ തീവ്രമായി പ്രാർത്ഥിക്കുന്നു.